സാനിയോ മനോമി കൂടി ചേരുന്നു. നേരത്തെ സാനിയോ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ ശബ്ദം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ. JCB ഉൾപ്പെടെ ആകാമെന്നായിരിക്കണം ആദ്യം കരുതിയത്. പക്ഷേ ഇതുപോലെ തന്നെയാണ് നേരത്തെ സംസാരിച്ച തൊഴിലുറപ്പിന് തൊഴിലാളികളായാലും പ്രദേശവാസികളായാലും വീട്ടമ്മമാരായാലും ഒക്കെ പറയുന്നത് വലിയൊരു ശബ്ദം കേട്ടു എന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടോ? ചില വീടുകളുടെയൊക്കെ ഷീറ്റുകളൊക്കെ മറിഞ്ഞു വീണതായൊക്കെയുള്ള വിവരങ്ങളുണ്ട്. സാനിയോ നേരത്തെ പറഞ്ഞ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ടോ? അവിടെയുള്ളവർ പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു കടയുടെ ഷീറ്റിന് അല്പം സ്ഥാനചലനം വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് നേരത്തെയുള്ള സ്ഥാനം അറിയാത്തതുകൊണ്ട് ഇപ്പോൾ സ്ഥാനചലനം വന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറകിലുണ്ട്. പക്ഷേ അത് വ്യക്തമല്ലാത്തതുകൊണ്ട് കാണിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 10 മണിക്ക് ശേഷമായിരുന്നു ഒരു ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് സ്വാഭാവികമായും ഇടിയുടെയോ മറ്റോ ശബ്ദമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവഗണിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അതേ സമയത്ത് തന്നെ പലരും ശബ്ദം കേട്ടതെന്നും മറ്റും പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് എന്ത് ശബ്ദമാണ് കേട്ടത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ആ കാര്യം അവിടെ വിടുമ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുന്നത് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇപ്പോൾ വേണ്ട എന്ന് തന്നെയാണ്. റവന്യൂ വകുപ്പ് അധികൃതരടക്കം സ്ഥലത്തുണ്ട്. അവർ നാട്ടുകാരിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു. അവരടക്കമുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ ആണ് ഈ വരുന്നത്. നമുക്കൊന്ന് പ്രതികരണം എടുക്കാൻ പറ്റും. സർ, റവന്യൂ വകുപ്പിൽ നിന്നാണോ? ആണോ? വില്ലേജ് ഓഫീസർ മാഡം, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? വിവരം ശേഖരിച്ചോ? ആളുകളിൽ നിന്ന് അല്ല, ശേഖരിച്ച് വരുന്നുണ്ട്. ആളുകൾ ശബ്ദം കേട്ടു തന്നെയാണോ പറയുന്നത്? ആളുകൾ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഷീറ്റ് ഇളകി വീണു ഇത് പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. സാധാരണ കുരങ്ങും ചാടാറുണ്ട്. അപ്പം അതാവണമെന്ന് പോലും അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇപ്പം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഔദ്യോഗികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ആരെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവരെ ക്യാമ്പിലേക്ക് മാറ്റും. അതെ, ക്യാമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് ക്യാമ്പിൽ വരാം. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. അതായത് ജ്യോതിലക്ഷ്മി, അദ്ദേഹം സുൽത്താൻ ബത്തേരി തഹസിൽദാർ ജ്യോതിലക്ഷ്മിയാണ് സംസാരിച്ചത്. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് മറ്റ് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണമോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തഹസിൽദാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരങ്ങനെയാണ് പറയുന്നതും. ഏതായാലും ഈ കാര്യം സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടവും അതുപോലെ ജനപ്രതിനിധികളും അടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഭീഷണി അല്ലെങ്കിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം മാത്രമാണ് പലരും ക്യാമ്പുകളിൽ നിന്ന്, അതായത് ഇവിടെ നേരത്തെ മുണ്ടക്കൈയിലുണ്ടായ മണ്ണിടിച്ച് ദുരന്തത്തിൻ്റെ ഭാഗമായി പലരോടും ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ കഴിഞ്ഞ ദിവസം മാത്രമാണ് ക്യാമ്പുകളിൽ നിന്ന് മാറി വന്നത്. വീണ്ടും ഒരു ക്യാമ്പിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വേണു. ക്യാമ്പിലായിരുന്നു അല്ലേ? 10-12 ദിവസം ക്യാമ്പിലായിരുന്നു. ക്യാമ്പിൽ നിന്ന് വന്നതാണ്? ഇന്നലെ വന്നിട്ടുള്ളൂ. വീണ്ടും ക്യാമ്പ് പോണോ? ക്യാമ്പ് പോകാനാണ് പറയണത്. പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ചേട്ടന് പോകണമെന്ന് തോന്നുന്നുണ്ടേ പോയാൽ മതി. വേറെ വലിയ ആശങ്കപ്പെടാനുള്ള കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പോകില്ല. അല്ല, ഞാൻ പോവുകയാണെങ്കിൽ ഞങ്ങളെ ആ കുന്നത്ത് കോളനിയിൽ 10-30 വീടുണ്ട്. എല്ലാവരെയും കൊണ്ടേ പോകുള്ളൂ. ഒറ്റയ്ക്കായിട്ട് ഞാൻ പോകില്ല. കാരണം എൻ്റെ മാത്രമല്ല, കോളനിക്കാർ സുരക്ഷ മൊത്തം നോക്കണ ഒരു രീതിയിൽ. ചേട്ടൻ കേട്ടിരുന്നോ സൗണ്ട്? ഇല്ല, വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ട്. വീട്ടിലില്ലായിരുന്നു, ഞാൻ ക്യാമ്പിലായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ട്. അതായത് അന്നു മുതൽ 12 ദിവസമായപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ സമാധാനത്തോടെ വീടുകളിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതും അവർക്ക് വലിയ പ്രയാസമാണ്. വീണ്ടും ക്യാമ്പുകളിലേക്കൊക്കെ തിരിച്ചു പോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആശങ്കയില്ലെങ്കിൽ ആരും പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും തഹസിൽദാരും പറയുന്നു. പക്ഷേ കോഴിക്കോട് കൂടരഞ്ഞി ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഉഗ്രശബ്ദം കേട്ടതായി നേരത്തെ അവിടുത്തുകാർ പറയുന്നുണ്ടായിരുന്നു. സാനിയോ ചിലരുടെ നമ്പറുകൾ തന്നതിൽ നമ്മൾ വിളിച്ചപ്പോഴും അവർ അത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആ മേഖലയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രകമ്പനം എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെയാണ് കരുതുന്നത്. അതായത് ഞാൻ വിചാരിക്കുന്ന നേരത്തെ മുക്കം, മണാശ്ശേരി, ആ കൂടരഞ്ഞി ഭാഗങ്ങളിൽ നിന്നൊക്കെ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റിനോട് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു പോലും ഇത്തരത്തിലൊരു ശബ്ദം കേട്ടു എന്നുള്ള കാര്യം. ഏതായാലും അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ബൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രകമ്പനമാണോ മറ്റേതെങ്കിലും ശബ്ദമാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏതായാലും ഇപ്പോൾ അങ്ങനെയാണ് കരുതുന്നത്. ഈ ശബ്ദം ഉണ്ടായ അതേ സമയത്ത് തന്നെ അതേ സമയം നീണ്ടു നിന്ന് 2 തവണ ഉണ്ടായി. 10:30-ക്ക് ശേഷം 2 തവണ ഉണ്ടാകുന്നു. അത്രയും സമയം
നീണ്ടുനിന്നു എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അതിൻ്റെ പ്രതിഫലനമാണോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ KSDMA അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൂടുതൽ റിസർച്ചും മറ്റും നടത്തി കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ആളാണോ? നിങ്ങളെ കടയാണോ ഇത്? ഈ കടേൻ്റെ ആണോ ഷീറ്റ് ഇളകി എന്ന് പറയുന്ന ഈ കടേൻ്റെ ആണോ ഷീറ്റ് ഇളകി? ഓക്കെ. സുധീർജി, ഈ കടേൻ്റെ ആണോ ഷീറ്റ് ഇളകിയിട്ടുണ്ടായിരുന്നു? സുധീറേട്ടാ, ഈ കടേൻ്റെ ഷീറ്റ് ഇളകിയിട്ടുണ്ടായിരുന്നു? വലിയ ശബ്ദം കേട്ടോ? കേട്ടത് കുറഞ്ഞ സെക്കൻഡ് നേരത്തേക്കുള്ള ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭയങ്കര ശബ്ദവും ഒരു 10 മണി സമയമായപ്പോൾ 10 മണി കഷ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര സൗണ്ടും മുകളിൽ നിന്ന് എന്തെങ്കിലും ഉരുണ്ട് വരുന്ന പോലത്തെ ഒരു ഫീലായി നമുക്ക് തോന്നിയത്. പിന്നെ ഈ ഷീറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ മുകളിൽ കുരങ്ങൻ്റെ ശല്യം ഉണ്ട്, കുരങ്ങന്തി ഓടിയാന്ന് വിചാരിച്ചു. കുറഞ്ഞ സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചാൽ ഇരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ ഇവിടെ തൊട്ടപ്പുറം പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുള്ള. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ സുധീരേട്ടൻ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ മലയാളം, എന്താ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തേക്ക് വന്നതാണ്, മുകളിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ, ആരെയും പൊട്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എന്തെങ്കിലും പൊട്ടിക്കലോ. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ, ഇടക്കലിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കേട്ടത് ശരിക്കും ഈ തന്നെയാണെന്നുള്ള ഇത് മനസ്സിലായത് അപ്പോഴാണ്. അപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ അമ്പലയിൽ വിളിക്കാൻ തുടങ്ങി. അവിടേക്ക് ഈ സൗണ്ട് കേട്ടു. അപ്പോൾ ആളുകൾ ധാരണ വെച്ചാൽ ഇവിടെ എന്തോ പൊട്ടിത്തെറിച്ചു എന്നുള്ള ഒരു ധാരണയിലാണ് സംഭവം. അപ്പോൾ ഉണ്ടായ ഒരു ജർക്കിങ് പറഞ്ഞില്ലേ ഇതുണ്ടായത്, അതാണ് നമുക്കുണ്ടായ ഒരു അനുഭവം. എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതായത് ആളുകളെല്ലാം കരുതിയത് ഇടി എന്നുള്ള രീതിയിൽ ഇടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദമോ ആയിരിക്കും. പക്ഷേ കൂടുതൽ ആളുകൾ വിളിക്കുമ്പോഴാണ് അത് കോമൺ ആയി കേട്ട ഒരു ശബ്ദമാണ് എന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടവും അതുപോലെ KSDMA അടക്കമുള്ള ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ആളുകളും നമ്മളോട് പറയുന്നത്.